എടാ നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? ഇത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നടപടിയാണ് കാര്യമില്ല. ഇങ്ങനെ തെറിച്ച് നിൽക്കണം ക്യാമറയുടെ മുമ്പിൽ. ഇത് കണ്ടോ, 5 പൈസക്ക് വിലയില്ലാത്ത സാധനമാണിത്. വാങ്ങിയതിൻ്റെ 4ാമത്തെ ദിവസം പിടിയൂരി നമ്മുടെ കയ്യിൽ വരും. പക്ഷെ നമ്മുടെ ഡയലോഗ് കേട്ടാലോ, അങ്ങ് ആൻറ്റമാനിന്ന് വരെ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സാധനം വാങ്ങണം. അതാ പറഞ്ഞേ, ഇത് നിങ്ങളെ കൊണ്ട് നടപടിയാകണ കാര്യമല്ലാന്ന്. നോക്കട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന ഈ മൾട്ടി ഫ്രൈ പാനിന്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അയല, മത്തി, ചൂര, ബീഫ്, ബ്രെഡ്, ബട്ടർ എന്തുമാകട്ടെ, കൃത്യം 11:50 നിങ്ങൾ തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന ബുൾസൈ, മകൾക്കായുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ടാവും. കുഷനിൽ കാലം നീട്ടി വെച്ച് ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടിന്. അപ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛന് ഒരു കഷ്ണം മുരിഞ്ഞ ബ്രെഡ് വേണം തോന്നുന്നത്. ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് ബ്രെഡ് എടുത്ത് പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്കിൽ വീണ്ടും നോക്കുന്നത്. സമയം 11:55 ആയിട്ടുള്ളൂ. 23 മണിക്കൂറും 55 മിനിറ്റും ഒരു ദിവസത്തിൽ ഇനിയും ബാക്കി. മതി, നാളെ രാവിലെ 9 മണി സ്റ്റുഡിയോയിലേക്ക് വാ. ഇത് ഞാൻ പൊരിക്കും.